നമസ്കാരം. ചില ദിവസങ്ങളിൽ വാർത്ത വായിക്കുമ്പോൾ ഗസയെക്കുറിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഞാൻ ബോധപൂർവം വായിക്കാതെ വിടാറുണ്ട്. കാര്യം ചില വാർത്തകൾ വായിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു വേദനയോ വിഷമമോ അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആ വാർത്തകൾ വായിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് തോന്നാറുണ്ട്. അത് ശരിയാണെന്ന അർത്ഥത്തിലല്ല, എല്ലാ വാർത്തകളും അറിയണം, അതിനോട് പ്രതികരിക്കണം. പക്ഷേ ഗസയിലെ ഈ സ്റ്റാർവേഷൻ ക്രൈസിസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണുമ്പോൾ ഏറ്റവും വേദനയും വിഷമവും ഒക്കെയാണ് തോന്നുന്നത്. വ്യത്യസ്ത ചിത്രങ്ങൾ നിങ്ങൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് കണ്ടു കാണും. ഏറ്റവും വേദന തോന്നുന്ന, മനുഷ്യ മനസ്സിനെ വേദനിപ്പിക്കുന്ന, വിഷമം തോന്നുന്ന കാര്യങ്ങളാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയടക്കം ഒരുപാട് പേർ വളരെ ശക്തമായ നിലപാടുമായി ഇതിൽ മുമ്പോട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു അറുതി വരുത്തണം എന്നുള്ള അഭിപ്രായത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ്. ചില കണക്കുകൾ കൂടി സൂചിപ്പിക്കാം. ഗസയിലെ ഹെൽത്ത് മിനിസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത് ഏകദേശം 80 കുട്ടികൾ, 101 ആൾക്കാർ മരിച്ചു എന്നാണ് ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ചില കണക്കുകൾ 113 മരണങ്ങൾ വിശന്ന് മരിക്കുകയാണ് ആൾക്കാർ എന്ന് ഓർക്കണം. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ മാർച്ച് 2 തൊട്ട്, അതായത് ഈ കഴിഞ്ഞ 2-3 മാസത്തിൽ 57 കുട്ടികൾ മാൽന്യൂട്രീഷൻ കാരണം, സ്റ്റാർവേഷൻ കാരണം മരിച്ചു. ഏകദേശം 100ഓളം ആൾക്കാർ മരിച്ചു എന്നാണ് ലോകപ്രസിദ്ധ മാഗസീനായ ടൈം റിപ്പോർട്ട് ചെയ്യുന്നത്. WHO റിപ്പോർട്ട് ജൂലൈയിലേക്ക് 100 പേർ വിശന്നു മരിച്ചു എന്നാണ്. കുട്ടികളൊക്കെ വിശന്നു മരിക്കുന്നു എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഏറ്റവും, എനിക്ക് തോന്നുന്നു ബാലേന്ദ്രൻ ചുള്ളിക്കാടിന്റെ ഏറ്റവും ഫേമസ് ആയ വരികളാണ്: ഭ്രാന്തന് പോലും വിശപ്പിനെ മറക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭ്രാന്തുള്ളവന് പോലും വിശപ്പുണ്ട് എന്ന്. കൊച്ചു കുട്ടികൾ അങ്ങനെ വിശന്നു മരിക്കുക എന്ന് പറയുന്നത് അൺഅക്സെപ്റ്റബിൾ ആയ ഒരു കാര്യമാണ്. അതിന് ഇസ്രായേൽ പാലസ്തീൻ രാഷ്ട്രീയമോ അല്ലെങ്കിൽ അറബ് മുസ്ലിം ജൂത രാഷ്ട്രീയമോ ഒന്നും നോക്കണ്ട. ഇത് മനുഷ്യർക്കെല്ലാം ഏതെങ്കിലും രീതിയിൽ ഇടപെടാൻ കഴിയേണ്ട ഒരു വിഷയമാണ്. നമ്മളെല്ലാവരും നമ്മളുടേതായ രീതിയിൽ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയമാണ്. ആ അർത്ഥത്തിൽ ലോകരാഷ്ട്രങ്ങൾ സമ്മർദ്ദത്തിലൂടെ, സഹവർത്തിലൂടെ ഈ ഒരു വിഷയം ഉന്നയിക്കണം. ഇതിന്റെ പല പിക്ചേഴ്സും ഉണ്ട്. ആ പിക്ചേഴ്സൊക്കെ കാണുമ്പോഴേ നമുക്ക് ഒരുതരം പേടിയോ ഞെട്ടലോ ഒക്കെയാണ്. ഞാൻ ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലതും എടുത്തു നോക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇസ്രായേൽ, അവിടുത്തെ ചില ഓപ്പറേഷൻസ്, അതിരൂക്ഷമായ അന്താരാഷ്ട്ര സമ്മർദ്ദവും ഇസ്രായേലിലെയും മറ്റുമുള്ള സമ്മർദ്ദവും മറ്റും കാരണം പല ആൾക്കാരും അങ്ങനെ ഇഷ്യൂസിലേക്ക് ഇടപെടുന്നു എന്നാണ് കാണുന്നത്. ചില ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ഏറ്റവും ഞെട്ടലും വേദനയും വിഷമവുമാണ് ഉണ്ടാകുന്നത്. ആ വിഷയത്തിന് അറുതി വരട്ടെ. കൊച്ചു കുട്ടികൾ വിശന്ന് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ മനസാക്ഷി മരിക്കുകയാണെന്നാണുള്ള അർത്ഥം. ആ ഗസയുടെ വേദന നമ്മുടെ വേദനയാണ്, മനുഷ്യരുടെ വേദനയാണ്. അത് എല്ലാ മനുഷ്യരുടെയും വേദനയാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വേണം. ഈ കുട്ടികൾ മാൽന്യൂട്രീഷൻ കാരണവും വിശപ്പ് കാരണവും മരിക്കുന്നത് ഒരുപക്ഷെ മനുഷ്യരാശിക്ക് സ്വയം മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഏറ്റവും ക്രൂരമായ കാര്യങ്ങളിൽ ഒന്നാണ്. ആ വിഷയത്തിനൊരു പരിഹാരം ഉണ്ടാകട്ടെ. ഞാൻ ഇന്നലെ ഈ വാർത്ത കണ്ടപ്പോൾ ഇന്നലെ ഞാൻ പല വാർത്തകളും ഈ രീതി കണ്ടു. ഇവിടെ കുറെ തിരക്കായതുകൊണ്ട് ഞാൻ ആ വാർത്തകൾ വായിക്കാതെ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചു. അത് വായിച്ചാലേ ബാക്കിയുള്ള പല കാര്യങ്ങളും ചെയ്യാനുള്ള നമ്മുടെ ഒരു ഇത് പോവും, അതിലൊരു എനർജിയും കാര്യങ്ങളും പോവും. അതുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.